രാജ്യത്ത് പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ നിയമം കർശനമാക്കി കേന്ദ്ര സർക്കാർ. സംഘടിത കുറ്റങ്ങൾക്ക് 10 വർഷം തടവും 1 കോടി രൂപ പിഴയും. വിജ്ഞാപനമിറക്കി സർക്കാർ. നീറ്റ് ക്രമക്കേടുകളിൽ അന്വേഷണം തുടരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. തീരദേശ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ സമവായവുമായി സിനഡ്. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലറിൽ ഇളവ്. ഞായറാഴ്ചയും വിശേഷ ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കണം. 3ാം അലോട്ട്മെന്റിന് ശേഷവും മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം 16,000-നടുത്ത്. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. GST കൗൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗം. ആധാർ ബയോമെട്രിക് വെരിഫിക്കേഷൻ GST രജിസ്ട്രേഷനുമായി ബന്ധിപ്പിക്കുന്ന പുതിയ നിയമം അവതരിപ്പിക്കും. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. മത്സരം രാത്രി 8 മണിക്ക് ആന്റിഗ്വയിൽ. യൂറോ കപ്പിൽ ഫ്രാൻസ് നെതർലാൻഡ്സ് പോരാട്ടം സമനിലയിൽ. പോളണ്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്ത്.